വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പേൽഗാമാണ്. എൻ്റെ ശ്രീനഗർ ട്രാവൽ ജേർണീൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് നമ്മൾ പോകുന്നത് ഗുൽമാർഗിലോട്ട്. അപ്പോൾ നമുക്കിന്ന് ഗുൽമാർഗിലെ വിശേഷങ്ങൾ കാണാം. ഇന്നത്തെ ദിവസം നമ്മൾ പോകുന്നത് ഗുൽമാർഗിലോട്ടാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ബാരാമുള്ള ഡിസ്ട്രിക്റ്റിലാണ് ഗുൽമാർഗ് എന്ന ഹിൽ സ്റ്റേഷൻ ഉള്ളത്. കാശ്മീരിലെ വൺ ഓഫ് ദി പോപ്പുലർ സ്കീയിങ് ഡെസ്റ്റിനേഷൻ. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് ഗുൽമാർഗിലോട്ട്. അവിടെ മുഴുവനും മഞ്ഞാണ്. പോകുന്ന വഴിയിൽ അങ്ങ് ദൂരെ മഞ്ഞുമലകൾ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കാത്തിരുന്ന ആ ദിവസം എത്തി. മല കയറി തുടങ്ങിയപ്പോൾ പാറക്കഷ്ണങ്ങൾ പോലെ കുറെ മഞ്ഞുകട്ടകൾ കണ്ടു. ഗുൽമാർഗിലെ ഫേമസ് ഗൊണ്ടോള റൈഡിനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കൊടും തണുപ്പിന് ധരിക്കാനുള്ള ഷൂസ്, ജാക്കറ്റ്, ഗ്ലൗസ് ഒക്കെ അവിടെ പോകുന്ന വഴിയിൽ റെന്റിന് കിട്ടും. പോകുന്ന വഴിയിൽ ഒരുപാട് കടകളുണ്ട് ഇതൊക്കെ റെന്റിന് കൊടുക്കാൻ. ഒരു സെറ്റ് വാട്ടർ പ്രൂഫ് ഗ്ലൗസ് കരുതുന്നത് നന്നായിരിക്കും. നമ്മളുടെ കയ്യിലുള്ള ഷൂസ് അവിടുത്തെ സ്നോയിൽ വഴുതാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷൂസ് റെന്റിന് എടുക്കുകയോ അല്ലെങ്കിൽ നോൺ സ്കിഡ് ആയിട്ടുള്ള ഷൂസ് ധരിക്കുന്നതോ നന്നായിരിക്കും. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അല്പം കാശ് കയ്യിൽ കരുതുക. ഇവിടുത്തെ നെറ്റ്വർക്ക് അല്പം പുവറാണ്. അതുകൊണ്ട് ഫോൺ പേയ്മെന്റ്സ് വർക്കാവാൻ ചാൻസ് കുറവാണ്. പാർക്കിങ്ങിൽ നിന്നും ഗൊണ്ടോല സ്റ്റേഷനിലോട്ട് കുറച്ച് ദൂരമുണ്ട്. ഏകദേശം 20-30 മിനിറ്റ് നടക്കാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ആയിട്ടോ സിംഗിൾ ആയിട്ടോ ടാക്സി എടുക്കാം. മറ്റൊരു ഓപ്ഷൻ എന്നാൽ മരപ്പലകയിൽ ഇരുന്ന് മഞ്ഞിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. ഇത് എത്ര കണ്ടതാ എന്ന ഭാവത്തിൽ ഞങ്ങൾ അങ്ങ് നടക്കാൻ തുടങ്ങി. പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ല മഞ്ഞിലൂടെ ഉള്ള നടത്തം. ഈ മഞ്ഞുപാത മാത്രമല്ല കേട്ടോ, ഗൊണ്ടോല സ്റ്റേഷനിലോട്ട് പോകാൻ നല്ല ടാറിട്ട റോഡ് വേറെ സൈഡിലുണ്ട്. ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ഈ മഞ്ഞിലൂടെ അങ്ങ് നടന്നു. കുറച്ച് ദൂരം നടന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നടക്കില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ റോഡിലോട്ട് കയറി. എന്നാൽ ഈ നടന്നു പോകുമ്പോൾ കാണുന്ന മഞ്ഞുമലകൾ അത് ഞങ്ങൾ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങോട്ടാണോ പോകുന്നേ എന്ന ചിന്ത ഞങ്ങളെ വളരെ ആഹ്ലാദിപ്പിച്ചു. കോവിഡിൻ്റെ 1ാം തരംഗം കഴിഞ്ഞ് എല്ലാവരും യാത്ര തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ശ്രീനഗറിലോട്ട് വന്നത്. നല്ല തിരക്കായിരുന്നു. ഗൊണ്ടോല സ്റ്റേഷൻ റിസപ്ഷനിൽ നിന്ന് ഫേസ് 1 ടിക്കറ്റ് കിട്ടും. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടർ കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടി. ഒരു ബോർഡ് വെച്ചിട്ടില്ല ടിക്കറ്റ് കൗണ്ടറിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലൈൻ കയറി നിൽക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും ചോദിക്കുക എവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന്. ഒരുപാട് നേരം ക്യൂവിൽ നിന്ന് അവസാനം ഞങ്ങൾ ഫേസ് 1 കേബിൾ കാറിൽ കയറി. ഞാൻ കുറേ നേരമായി ഗൊണ്ടോള റൈഡ് എന്ന് പറയുന്നു. കേബിൾ കാറിനെയാണ് ഗൊണ്ടോല എന്ന് വിളിക്കുന്നത്. കേബിൾ കാറിൽ മുമ്പും കയറിയിട്ടുണ്ടെങ്കിലും കേബിൾ കാറിൽ നിന്ന് മഞ്ഞ് കാണുന്നത് ആദ്യമായിട്ടാണ്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ഹയസ്റ്റ് കേബിൾ കാർ റൈഡാണ് ഇവിടെ ഉള്ളത്. 2 ഫേസ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫേസ് 1 ആൻഡ് ഫേസ് 2. ഫേസ് 1 എപ്പോഴും ഓപ്പൺ ആണെന്ന് തോന്നുന്നു. എന്നാൽ ഫേസ് 2 ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചും സ്നോഫോളിനനുസരിച്ചും ഒക്കെയാണ് ഓപ്പൺ ആകുന്നത്. ആദ്യം ഞങ്ങൾ പോകുന്നത് ഫേസ് 1 ഫേസ് 1 ഞങ്ങൾ ഇറങ്ങിയെങ്കിലും അവിടെ അധിക നേരം നിന്നില്ല. ഫേസ് 2 ഓപ്പൺ ആണ്. അത് ഇനിയും മുകളിലാണ്. അവിടെ ഇനിയും കൂടുതൽ മഞ്ഞുണ്ട്. അവിടുത്തെ വ്യൂ ഇനിയും മനോഹരമാണ്. അതുകൊണ്ട് തന്നെ വേഗം അടുത്ത ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അടുത്ത റൈഡിലോട്ട് കയറി.
കമ്പയർ ചെയ്യുമ്പോൾ ഫേസ് 2-ൽ ആൾക്കാർ കുറവായിരുന്നു. ഗ്ലൗസും മാസ്കും ഒക്കെ റിമൂവ് ചെയ്തെല്ലാം ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. നോട്ട് വെയറിങ് എനിത്തിങ് ദാറ്റ് അതേഴ്സ് ആർ വെയറിങ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ മഞ്ഞ് പെയ്യണേ. ഗുൽമാർഗ് ഗൊണ്ടോല ഫേസ് 2-ൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇത് എപ്പോഴൊന്നും ഈ സമയത്ത് എപ്പോഴൊന്നും ഉണ്ടാവാറില്ല. ഫേസ് 2-ൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഫേസ് 1-ലോട്ട് വീണ്ടും പോയി. സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫേസ് 1-ൽ കൂടുതൽ ആൾക്കാർ. ഇവിടെ ഒരുപാട് സ്നോ ആക്ടിവിറ്റീസ് ഉണ്ട്. സ്കീയിങ്, സ്നോ മൊബൈൽ, സ്ലെഡ്ജിങ്, ഇങ്ങനെ ഒരുപാട്. ഓരോ ആക്ടിവിറ്റിക്കും ഏകദേശം 2000-ഓളം രൂപ വരുന്നുണ്ട്. ബിഗിനേഴ്സിനും പ്രൊഫഷണൽസിനും ഒക്കെ സ്കീയിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അതിനടുത്തായിട്ട് തന്നെ ഒരുപാട് കോഫി ഷോപ്പുകളും ഉണ്ട്. എല്ലായിടത്തെയും പോലെ ചായയും മാഗിയും അതാണ് ഇവിടെയും. ഇപ്പോൾ ഗുൽമാർഗിൽ ഫേസ് 1-ലാണുള്ളത്. ഫേസ് 1-ലോട്ട് വരുമ്പോൾ ഇവിടെയും മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മഞ്ഞത്ത് നല്ല ഊണ മാഗിയാണല്ലോ, നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ ചായ. തിരിച്ച് നടന്നു പോകാൻ ഞങ്ങൾക്ക് തീരെ എനർജി ഉണ്ടായിരുന്നില്ല. നല്ല കാലുവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മരപ്പലകയിൽ പോകാമെന്ന് കരുതി. പാർക്കിംഗ് വരെ ഇതിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഇതിലോ നല്ല പുറം വേദനയാണ്. എന്നാലും ഇത് നല്ലൊരു അനുഭവമായിരുന്നു. ഗൊണ്ടോല സ്റ്റേഷന് മുന്നിൽ ഒരു ഷോപ്പുണ്ട്. കശ്മീരിലെ പ്രശസ്തമായ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ എവിടെ പോയാലും വാങ്ങുന്ന സാധനമാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇവിടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല. വേറെ എവിടെന്നെങ്കിലും വാങ്ങാം എന്ന് കരുതി. പക്ഷെ വേറെ എവിടെയും എനിക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടിയില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കേണ്ടതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിലും കോൺടാക്ട് ചെയ്യാം. ഓൾസോ മറക്കണ്ട, ലൈക്ക്,
ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത എപ്പിസോഡിൽ ശ്രീനഗറിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.